മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ കുർസി, സിംഹാസനത്തിന്റെ ചുവടിൽ നിധി കുംഭങ്ങളുടെ കൂമ്പാരമുണ്ട്. നിധി കുംഭങ്ങളുടെ വലിയ നിധികളുടെ കൂമ്പാരമുണ്ട്. ആ നിധി കുംഭങ്ങളിൽ നിന്നും അവതരിച്ച അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൻസ്. അതേതാ സൂറത്തിലെ അതേതാ സൂറത്തുൽ കൻസ്. സൂറത്തുൽ നമ്മൾ 114 സൂറത്തുകൾ ഇങ്ങനെ എണ്ണി നോക്കിയാൽ സൂറത്തുൽ കൻസ് എന്നൊരു സൂറത്ത് കാണും. സൂറത്തുൽ ഖസസ് ഉണ്ട്. കൻസ് കേട്ടിട്ടില്ലല്ലോ ഉസ്താദേ? നമ്മൾ കേട്ടാൽ നമുക്ക് അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് സൂറത്തുൽ കൻസ്. അതുപോലെ തന്നെ സൂറത്തുൽ ഷിഫാ എന്ന്, സൂറത്തുൽ വാഫിയ എന്ന്, സൂറത്തുൽ കാഫിയ എന്ന്, സൂറത്തു സബഉൽ മസാനി എന്ന് ഒരുപാട് നാമങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം സൂറത്തുൽ ഫാത്തിഹയ്ക്ക്. എന്താണ് ഇത് പറയാനുള്ള കാരണം? സൂറത്തുൽ കൻസ്, ഈ നിധി കുംഭങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഈ സൂറത്തിന് നിധിയേക്കാൾ പവറുണ്ട്. നിധിയേക്കാൾ പവറുണ്ട്. രോഗശമനം ഒരാൾ ആഗ്രഹിച്ചു, വലിയ രോഗത്തിൽ കിടക്കുന്ന ഒരാൾ രോഗശമനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് രോഗശമനം കിട്ടുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുക. സൂറത്തുൽ ഫാത്തിഹ മതി അവന്റെ രോഗശമനത്തിന് എന്ന് കരുതി മരുന്ന് കഴിക്കണ്ട എന്നല്ല കേട്ടോ. പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് ഈ ദിക്റുകളും ദുആകളും ഒക്കെ പറയുന്ന സമയത്ത്. എന്നാ പിന്നെ അത് മാത്രം ചെയ്താൽ മതിയല്ലോ, വേറൊന്നും ചെയ്യണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു തലവേദനയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. വേദന വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദുആഇനെ പറ്റി പറഞ്ഞു. ആ സമയത്ത് ചില ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്നാ പിന്നെ ഇവിടെ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒന്നും വേണ്ടല്ലോ എന്ന്. എന്നാൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലാക്കിയതുള്ള പിഴവാണ്. നമ്മൾ മരുന്ന് കഴിക്കലോടുകൂടി ഭൗതികമായ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ആയുർവേദമാകട്ടെ, അലോപ്പതി ആകട്ടെ, ഹോമിയോ ആകട്ടെ, യുനാനി ആകട്ടെ, ഏതാണോ നമ്മൾ ചെയ്യുന്നത്, ആ മരുന്ന് കഴിക്കലോടുകൂടി, മരുന്ന് ഉപയോഗിക്കലോടുകൂടി തന്നെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു ആത്മീയമായ ചികിത്സയാണ് പരിശുദ്ധ ഖുർആനുകൾ, ദിക്റുകൾ, സ്വലവാത്തുകൾ, അദ്കാറുകൾ, മറ്റ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആകളൊക്കെ അക്കൂട്ടത്തിൽ